ഇതൊരു കഷ്ടമാണ്. നാണക്കേട് ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ മാനക്കേടുണ്ടാക്കണ പരിപാടിയല്ല ഒന്നും ചെയ്യത്തില്ല. ഏത് നാണവും ഇല്ല മാനവും ഇല്ല. അത്രയും പ്രായമായെന്നുള്ള എന്താ മണി? നിനക്ക് കുറച്ച് ഇതാണല്ലോ. ഞാനൊരു നല്ല എന്തെങ്കിലും വേഷം കെട്ടിക്കഴിഞ്ഞ ഉടനെ നിനക്ക് മക്കളെ ഞാന് ഒരു നല്ല ഷർട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് ആരെങ്കിലും പറയണേ കൊള്ളാന്ന് പറഞ്ഞു ഉടനെ ഇവൾക്ക് പ്രശ്നമാണ്. അവിടെ ഉടനെ എടുത്ത് ഒളിച്ചു അല്ലെങ്കിൽ തേക്കുമ്പോ കത്തിച്ചത്. അസൂയ എന്തോന്ന് അസൂയ? ഒരുമാതിരി കോമാളിത്തരം കാണിക്കുന്നതാണോ? കോമാളി വേഷം കെട്ടിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ കൈയടിച്ച് പാസ്സാക്കണോ? കോമാളി വേഷം കോമാളി വേഷം അല്ലേ? അങ്ങനെയൊന്നും പറയല്ലോ അമ്മ, പാവല്ലേ. വേഷം കോമാളിയാണെന്നല്ല, നിങ്ങൾ അത് ഇട്ടപ്പോ നിങ്ങൾ കോമാളി പോലെ ആയിരുന്നു. അങ്ങനെ പറ, ഇപ്പോഴാണ് ശരിയായത്. കൊച്ചേ മിണ്ടായിരിക്കണം. അല്ല അതല്ല, വേഷം കോമാളി അല്ലെന്ന് പറഞ്ഞില്ല, അപ്പൊ അത് സത്യമല്ല. അത് ഞാനേ ഈ അടിമുടി മാറും. ഈ വേഷം എല്ലാം ഞാൻ മൊത്തം മാറാൻ പോകാൻ. അമ്മ അച്ഛൻ എപ്പോഴും എക്സിക്യൂട്ടീവ് ലുക്കിലല്ലേ നടക്കുന്നേ. അതിന്ന് കുറച്ച് ന്യൂജനാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെടുത്ത് തന്നെ ടീഷർട്ടും ഷോർട്സ് ഒക്കെ ഇട്ടപ്പോ എന്നാ ലുക്കായിരുന്നു. പിന്നെ ഓരോ പ്രായത്തിനനുസരിച്ചുള്ള വേഷമുണ്ട്. അല്ലാതെ കൊച്ചു പിള്ളേരെ പോലെ വേഷം കെട്ടല്ല വേണ്ടത്. ഉദ്യോഗസ്ഥരാണ്, അതനുസരിച്ച് വേണം വേഷം ചെയ്യാൻ. ഞാൻ നോക്കിയ വേഷം മാറാൻ തന്നെ പോണേ. ഇനി മുതൽ ഞാനുണ്ടല്ലോ ഹാഫ് സ്ലീവ് ഷർട്ട് ഇടുള്ളൂ. അതുപോലെ തന്നെ മീശ എടുക്കും. അപ്പൊ മീശ എടുക്കും. ഞാൻ മീശ എടുത്തല്ലേ നല്ല എങ്ങാവുന്നു സുമലത പറഞ്ഞല്ലോ. ആര് പറഞ്ഞില്ല? സുമലത പറഞ്ഞു. കേട്ടല്ലോ കേട്ടല്ലോ കേട്ടല്ലോ. ഓഫീസിലെല്ലാം പറഞ്ഞു. സുമലത 2-3 പ്രാവശ്യം പറഞ്ഞു മീശ എടുത്ത നല്ല എങ്ങാവുന്നു. മീശ എടുക്കോ? മീശ എടുക്കോ നിങ്ങള്? ഞാൻ ഇതുവരെ എടുത്തില്ലല്ലോ പറഞ്ഞിട്ട്. അപ്പൊ നിങ്ങൾ സുമലത പറഞ്ഞാൽ നിങ്ങൾ മീശ എടുക്കുമല്ലേ? എന്തോന്ന് ചിലപ്പോ എടുത്തെന്നിരിക്കും. എടുക്കോ? എങ്ങനെയൊന്ന് കാണണം. മീശ എടുത്തിട്ട് മനസ്സിലാവും. എന്തോന്ന് ഇവൾക്ക് ഭയങ്കര അസൂയാണെന്ന്. വല്ല ആവശ്യമുണ്ട് അച്ഛൻ എന്തോന്ന് വെച്ചാ പറഞ്ഞിട്ട് പോയത്? എന്ത് കുഴപ്പമുണ്ടോ? സുമലതയുടെ കാര്യം അച്ഛനെ ഞാൻ പറഞ്ഞു പോയി. വല്ല കുഴപ്പമുണ്ടോ? ഇപ്പൊ പിന്നെ അല്ലാതെ പെട്ടെന്ന് ചെല്ല്. സുമലതയെ പിടിച്ച് വലിക്കണം അതിന്റെ ഇടയ്ക്ക്. ഇനി എന്താവോ? ഇനി പൊട്ടിത്തെറിയായിരിക്കും. മണി മണി നീ ഇങ്ങനെ വിഷമിക്കാതെ മണി. മണി 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 വിളിക്കാൻ നാണല്ലോ മനുഷ്യൻ നിങ്ങൾക്ക്. സുമയുടെ വാക്കം കേട്ടോണ്ട് സുന്ദരനാവും നടക്കുന്നത്. കെട്ടിച്ചുവിടാൻ പ്രായം 2 പെമ്പിള്ളേരുണ്ട്, അതെങ്കിലും ഓർത്തോ? എന്തോന്ന് മണി ഇങ്ങനെയൊക്കെ ഒന്ന് ചെറുപ്പമാവണമെന്ന് തോന്നി. അത് ഇത്ര വലിയ തെറ്റാവെന്ന് ഞാൻ വിചാരിച്ച. സോറി മണി, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നാണോ ഇല്ലല്ലോ. എന്തൊരു മാനക്കേടാണ്. ആ മുഴിയുടെ കോലം നോക്കി എലി കരണ്ട പോലെ ഉണ്ട്. എന്ത് തോന്നി മനുഷ്യൻ? നിങ്ങളുടെ പ്രായത്തെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? എന്തോന്ന് മണി ഇത്? ഇനി അങ്ങനെ ഉണ്ടാവില്ലെന്ന് പറഞ്ഞില്ലേ? എന്ത് ഭാവിച്ചാ രവിയേട്ട ഇങ്ങനെ ചെയ്തത്? സത്യം പറ, എന്തുകൊണ്ടാ? എല്ലാരും പറഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ ഒന്ന് ഇളകി എന്നുള്ള ശരി തന്നെയാണ്. ഞാൻ എന്തോ മണിയാ എല്ലാരും പറയുമ്പോ അത് സുമയാണ് കൂടുതലും പറഞ്ഞത്. എനിക്ക് സുമയുടെ പേര് കേൾക്കുന്നോറും ഇങ്ങനെ വല്ലാണ്ട് വരുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ സുമയുടെ പേര് പറയുന്നില്ല. പോട്ടെ. ഇനി ഒരു പ്രാവശ്യം കൂടെ സുമയുടെ പേര് പറയാൻ ഞാൻ എന്ത് ചെയ്യുന്ന എനിക്കറിയാം. ഞാൻ നിങ്ങളെ പോലും ഞാനും ചാവും. നീ പറയട്ടെ. ഞാൻ അവളെന്തോ കൈവേഷം തന്ന പോലെ അങ്ങനെയുള്ള സ്ത്രീയൊന്നും അല്ല. അത് തന്നെ, ഇത് തന്നെ എനിക്ക് പറയാൻ വന്നത്. കൈവേഷം തന്നല്ലേ, വേറെ എന്തോ. നിങ്ങൾ ഇങ്ങനെ സുമാ 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 എന്ന് പറഞ്ഞ് നടക്കുന്നത്. നിങ്ങൾക്ക് ഒരു കാര്യം അറിയാം മനുഷ്യ, എനിക്ക് നിങ്ങളുടെ മുഖത്ത് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം നിങ്ങളുടെ മീശയാണ്. നിങ്ങൾ എത്ര പ്രായമായി അരച്ച് കുരച്ചാൽ പോലും ആ മീശ അവിടെ ഉണ്ടാവണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളത്. എന്നിട്ട് ആ മീശയാണ് നിങ്ങൾ വെട്ടിക്കളയണം. അത് ആ പെൺകൊച്ചിന് വേണ്ടിട്ട് വെട്ടിക്കളയണം എന്ന് പറഞ്ഞത് എനിക്ക് സഹിക്കുമത്? സത്യത്തിലേ എനിക്ക് അറിഞ്ഞൂടായിരുന്നു മണി നിനക്ക് ഇങ്ങനെ ആഗ്രഹം ഉണ്ടെന്ന്. ഇനി ഞാൻ എടുക്കില്ല. അതിന് ഞാൻ ഇതുവരെ എടുത്തില്ലല്ലോ. അങ്ങനെ തന്നെ എത്ര കാര്യങ്ങളുണ്ടെന്നറിയോ നിങ്ങൾക്ക് അറിയാത്തതായിട്ട് എന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ. പക്ഷെ എന്റെ കാര്യങ്ങൾ അറിയത്തില്ല. 24 വർഷമായിട്ട് ജീവിക്കുന്ന എന്റെ കാര്യം അറിയില്ല. ഇന്നലെ വന്ന ആ പെങ്കൊച്ചിന്റെ അനിഷ്ടങ്ങളൊക്കെ അറിയാലേ. ഉടനെ അവർ പറഞ്ഞ ഉടനെ അങ്ങ് മീശ പഠിക്കാൻ തയ്യാറാവുകയും ചെയ്തു. ഞാൻ ചെയ്തില്ലല്ലോ മണി. മണി മീശ ഇടണോ? മീശ എന്തിന്? വേണ്ട. സുന്ദരനാവണോ? എനിക്കാ? എന്തിന്? എനിക്ക് വേണ്ട. അയ്യേ. ഹാഫ് സ്ലീവ് ഷർട്ട് ഇടണോ? ഞാൻ ഇടൂല. ഉറപ്പാണല്ലോ? ഉറപ്പായിട്ട് ഇടൂല. അവിടെ ഞാൻ നിലത്ത് വെക്കട്ടാ? മണി ഇതവിടെ എന്തറിയുമോ, ഒന്നാമത് അത് മണ്ണ് കൊണ്ടുണ്ടാക്കിയ ക്ലേയിലാണ്. ഇവിടെയൊക്കെ വീണ അത് പൊട്ടും, ഗ്ലാസും പൊട്ടും. ഓക്കെ ആണല്ലോ? വാക്കാണല്ലോ? നീ ക്ഷമിക്കും മണി. അല്ലേ നിങ്ങൾക്ക് ചെറുപ്പക്കാരനാവണമെന്ന് അത്ര ആഗ്രഹമാണെങ്കിലേ ഹാഫ് സ്ലീവ് ഷർട്ട് വേണമെങ്കിൽ ഇട്ടോ, കുഴപ്പമില്ല, നിങ്ങൾക്ക് ചേരും. ആണോ? ഇടല്ലേ? അങ്ങനെയാണെങ്കിലേ മണി മീശയും കൂടെ എടുത്താലോ? മണി മണി